ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു DIY ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന പാടുകൾ, ചെറിയ ചെറിയ കുത്തുകൾ, ആക്നി മാർക്സ്, ഇതൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണ്. സ്കിന്നിന് എന്താ പറയുക, പുതിയ സെല്ലുകൾ വന്നിട്ട് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സിനെ ഒക്കെ ഫെയ്ഡ് ആക്കിയിട്ട് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. നല്ലൊരു ഫേസ് പാക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ പോസിനെ ചുരുക്കിയിട്ട് ഫേസിനെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന ഒരു പാക്ക് കൂടിയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വൈകിക്കേണ്ട, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഹരഡ് പൗഡറാണ്. ഹരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കടുക്ക എന്ന് പറയും. ഇത് നല്ലൊരു ആയുർവേദിക് മെഡിസിനാണ്. ഇത് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹെർബ്ടോണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഹരഡ് പൗഡറാണ്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ കുറേ പൗഡറുകളുണ്ട്. ബേഡാനട്ടിൻ്റെ പൊടിയുണ്ട്, കോക്കോ ഗ്രാസ് ഉണ്ട്, ഹരഡ് പൗഡർ ഉണ്ട്, കഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫേസിനും ഹെയറിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ യൂസ് ചെയ്യാം, മുടി വളരാൻ യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടലപ്പൊടിയുമാണ്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ്. എൻ്റെ സ്കിന്നിന് എനിക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടാറുള്ളത് പാൽ യൂസ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്ക് തൈര് എടുക്കാം, അല്ലെങ്കിൽ വെറും വെള്ളം എടുക്കാം, അതും അല്ലെങ്കിൽ റോസ് വാട്ടർ എടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മളെടുക്കുന്ന ഈ ഒരു മിക്സ് ഇത് ഓപ്പൺ പോസിന് നല്ലതാണ്, അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുഖക്കുരു മാറാനാണ് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഹരഡ് പൗഡറിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നീം പൗഡറാണ് കേട്ടോ, വേപ്പില പൊടിയാണ്. എന്നിട്ട് റോസ് വാട്ടറിൻ്റെ കൂടെയോ വെള്ളത്തിൻ്റെ കൂടെയോ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹരഡ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയലൊക്കെ പ്രോപ്പർട്ടി ഉള്ളതാണ്. ഒരുപാട് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ അത് സ്കിന്നിനും. അതുപോലെ തന്നെ പുതിയ പുതിയ സെൽസ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പുതിയ പുതിയ കോശങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഓൾറെഡി ഉള്ള മാർക്കുകളിൽ കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാടുകൾ, എന്തെങ്കിലും സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, അതൊക്കെ ഫേഡാവും പുതിയ പുതിയ കോശങ്ങൾ വരുമ്പോൾ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹരഡ് പൗഡർ. അതുപോലെ തന്നെ ഏജിങ് സൈൻസ് അതൊന്ന് ഡിലേ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പുതിയ പുതിയ കോശങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫേസൊക്കെ എന്തായിരിക്കും, ഹെൽത്തി ആയിരിക്കും. നമ്മളെ കാണാനൊക്കെ നല്ല ഗ്ലോ ഉണ്ടാവും, നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏജിങ് സൈനിനെ ഡിലേ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഹരഡ് പൗഡർ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട്. മുൾട്ടാണി മിട്ടി ആണെങ്കിലും കടലപ്പൊടി ആണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പാക്ക് ഇട്ടിട്ട് 30 മിനിറ്റ് വരെ വെക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 15-20 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്. ഓവർ ഡ്രൈ ആക്കാനായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് ഇത് അപ്ലൈ ചെയ്യാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഹരഡ് പൗഡർ. അപ്പം ഞാനിപ്പോൾ ഇത് റീസെൻ്റ്ലി ആണ് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് വെച്ചപ്പോഴത്തേനും കണ്ടോ ഓവർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിങ്കിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫേസ് പാക്ക് ഇപ്പം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫേസിൽ കുറച്ചൊന്ന് വെള്ളത്തുള്ളികളൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവും. പിന്നെ സ്കിന്നിലോട്ടേക്ക് ഈ ഒരു പാക്ക് അബ്സോർബ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന ജെൻറ്റിലായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസൊക്കെ ഒന്ന് കഴുകുക. അതിനുശേഷം ഒന്ന് പാറ്റ് ഡ്രൈ ചെയ്യുക. ഈ ഒരു പാക്ക് എൻ്റെ സ്കിന്നിനെ ഡ്രൈ ആക്കിയിട്ടില്ല. ഡ്രൈ ആക്കുന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ മോയ്സ്ചറൈസറോ അലോവേര ജെല്ലോ അപ്ലൈ ചെയ്യാം. നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ട്, നല്ലൊരു ഗ്ലോ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ ആക്നി മാർക്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ട്, സ്കാർസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിയാണ്, ഒരു പൗഡറാണ് ഈ ഒരു ഹരഡ് പൗഡർ. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.
നമ്മുടെ സ്കിൻ ടൈപ്പിനും സ്കിൻ പ്രോബ്ലംസിനും അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് 2 ഡേയ്സും ഫേസിൽ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ഏജിങ് സൈന് ഡിലേ ആക്കാനും ആക്നി സ്കാർസ് മാറ്റാനൊക്കെ നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളായിട്ട്. അതുവരേക്കും